എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. 750 ഗ്രാം തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ മൂട് എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ശേഷം ഒരു പാനിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് എടുത്തു വച്ചിരിക്കുന്ന പട്ടയും ഗ്രാമ്പൂവും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് തിളച്ചതിന് ശേഷം 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ അതിൽ ഇട്ട പട്ട അങ്ങ് എടുത്ത് മാറ്റാം. ഗ്രാമ്പു 2 ഗ്രാമ്പുവും കൂടി ചേർത്തിട്ടുണ്ട്, അതും കൂടി എടുത്ത് മാറ്റാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അടിച്ചെടുക്കാം. അതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കാം. ഒരു സ്പൂണോ സ്പാച്ചുലയോ വെച്ച് ഒന്ന് ഇളക്കി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ബൗളിലേക്ക് വീഴുന്നതാണ്. ഇത് പാനിലേക്ക് ഒഴിച്ച് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും മധുരം ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വറ്റിച്ചെടുക്കാവുന്നതാണ്.
ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു സോസാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ വിനീഗർ കൂടി ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് തണുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റാം. സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. കുട്ടികൾക്ക് ലേസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.